തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അത് വെറും ജയവും തോൽവിയുമല്ല. അത് ജനങ്ങളുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. ശരിയായ വിവരങ്ങൾ വെച്ച് ജനങ്ങളുടെ യഥാർത്ഥ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ഒരു നാടിന്റെ ഭാവിയെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇന്ന് നമ്മൾ അങ്ങനെയൊരു വിശകലനത്തിലേക്കാണ് കടക്കുന്നത്. കേരളത്തിലെ പുതുപ്പള്ളി എന്ന ഒരൊറ്റ മണ്ഡലത്തെ ഉദാഹരണമാക്കി ഡാറ്റയെ അടിസ്ഥാനമാക്കി എങ്ങനെയൊരു വ്യക്തമായ ഭരണരൂപരേഖ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതൊരു സാധാരണ രാഷ്ട്രീയ വിശകലനമല്ല. ഡാറ്റയും ജനഹിതവും ഒരുമിപ്പിച്ച് എങ്ങനെയൊരു ഭരണതന്ത്രം മെനഞ്ഞെടുക്കാം എന്നതിന്റെ ഒരു കേസ് സ്റ്റഡിയാണിത്. അപ്പൊ നമ്മൾ എങ്ങനെയാണിത് നോക്കാൻ പോകുന്നത്? ആദ്യം നമുക്ക് പുതുപ്പള്ളിയുടെ മണ്ണിലിറങ്ങാം, അവിടുത്തെ ആളുകളുടെ മനസ്സ് തൊട്ടറിയാം. പിന്നെ വോട്ടിന്റെ കണക്കുകളിലേക്ക് കടന്ന് ആ സംഖ്യകൾക്ക് പിന്നിലെ കഥകൾ എന്താണെന്ന് നോക്കാം. അവിടെ നിന്ന് ജനങ്ങളുടെ പരാതികളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങളുടെ കാരണം മനസ്സിലാക്കും. അവസാനം ഈ വിവരങ്ങളെല്ലാം വെച്ച് എങ്ങനെയൊരു ശക്തമായ ഭരണപദ്ധതിയും ആ പദ്ധതിയെ വിജയത്തിലെത്തിക്കാനുള്ള വഴിയും കണ്ടെത്താമെന്ന് നമ്മൾ ഒരുമിച്ച് കാണും. ശരി, അപ്പോൾ ഏതൊരു തന്ത്രവും തുടങ്ങുന്നത് അത് നടപ്പാക്കേണ്ട സ്ഥലത്തെയും അവിടുത്തെ ആളുകളെയും ആഴത്തിൽ മനസ്സിലാക്കുന്നതിലൂടെയാണ്. അപ്പോൾ എന്താണ് പുതുപ്പള്ളിയെ പുതുപ്പള്ളിയാക്കുന്നത്? നമുക്ക് ആ നാടിന്റെ യഥാർത്ഥ സ്പന്ദനം അടുത്തറിയാം. പുതുപ്പള്ളിയെന്ന് കേൾക്കുമ്പോൾ അതൊരു കടലോരമോ മലയോരമോ അല്ല, ഇതൊരു ഇടനാടാണ്. അതായത് ഇവിടുത്തെ ജീവിതം കെട്ടിപ്പടുത്തിയിരിക്കുന്നത് കൃഷിയെ മാത്രം ആശ്രയിച്ചല്ല. റബ്ബർ പോലെയുള്ള വിളകൾക്ക് പ്രാധാന്യമുണ്ട്. പക്ഷേ ഇവിടുത്തെ സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടെല്ല് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സേവനമേഖല. രണ്ട്, അതിലും പ്രധാനമായി ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പണം. ഈ നാട് അഭിവൃദ്ധിയുടെയും അതേസമയം ഒരുതരം അനിശ്ചിതത്വത്തിന്റെയും ഒരു മിശ്രിതമാണ്. ഈ ഗൾഫ് പണം അതൊരു വല്ലാത്ത ബന്ധമാണ്. ഒരു വശത്ത് അത് കുടുംബങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത നൽകുന്നു. എന്നാൽ മറുവശത്ത് ആഗോള വിപണിയിൽ ഒരു പ്രശ്നമുണ്ടായാൽ, ഗൾഫിൽ ഒരു കമ്പനി ആളുകളെ പിരിച്ചുവിട്ടാൽ അതിന്റെ പ്രകമ്പനം പുതുപ്പള്ളിയിലെ ഒരു വീട്ടിലെ അടുപ്പിൽ വരെ തട്ടും. അങ്ങനെ നാട്ടിലേക്കു മടങ്ങിവരുന്ന ചെറുപ്പക്കാർക്ക് ഇവിടെ ജോലി കിട്ടാതെ വരുമ്പോൾ അതൊരു സാമ്പത്തിക പ്രശ്നം മാത്രമല്ല, വലിയൊരു സാമൂഹിക ആശങ്കയായി മാറുന്നു. ഓക്കെ, അപ്പോ ഈ ഒരു പശ്ചാത്തലത്തില് ജനങ്ങൾ എങ്ങനെയാണ് വോട്ട് ചെയ്തത്? നമുക്ക് കണക്കുകളിലേക്ക് നോക്കാം. കാരണം സംഖ്യകൾക്ക് നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. ഓരോ സംഖ്യയ്ക്കു പിന്നിലും ആയിരക്കണക്കിന് ആളുകളുടെ പ്രതീക്ഷകളുണ്ട്. 2021 ചിത്രം നോക്കൂ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 48% കൂടുതൽ വോട്ട്. CPIM തൊട്ടുപിറകെ 41%. BJPക്ക് ഏകദേശം 9%. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. കളി പ്രധാനമായും ഈ രണ്ട് മുന്നണികൾ തമ്മിലാണ്. വോട്ട് വ്യത്യാസം 7%-ൽ താഴെ മാത്രം. ഇതൊരു ശക്തമായ മത്സരമാണ്. പക്ഷെ ഇവിടെയാണ് നമ്മൾ സൂക്ഷിച്ചു നോക്കേണ്ടത്. ജയിച്ചെങ്കിലും സിറ്റിംഗ് പാർട്ടിയുടെ വോട്ട് ഷെയർ 2016-ൽ നിന്ന് 3%-ലധികം ഇടിഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയ വിശകലനത്തിൽ ഇതൊരു ചെറിയ കാര്യമല്ല, ഇതൊരു അപകടസൂചനയാണ്. ഭരണത്തിലുള്ള പാർട്ടിയിൽ നിന്ന് ഒരു വിഭാഗം വോട്ടർമാർ അകലുന്നു എന്നതിന്റെ വ്യക്തമായ സൂചന. ഭരണവിരുദ്ധ വികാരത്തിന്റെ ആദ്യത്തെ മണി മുഴങ്ങുന്നത് ഇവിടെയാണ്. ഇനി ആലോചിച്ചു നോക്കൂ, ഈ ഇടിവ് സംഭവിക്കുന്നത് എങ്ങനെയുള്ള ഒരിടത്താണ്? വെറുതെ വീട്ടിലിരിക്കുന്ന ആളുകളല്ല ഇവർ. 75%-നടുത്ത ആളുകൾ വോട്ട് ചെയ്യാൻ ഇറങ്ങിവരുന്നു. അപ്പോ രാഷ്ട്രീയ കാര്യങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഉയർന്ന പ്രതീക്ഷകളുള്ള വോട്ടർമാരാണിവർ. അതുകൊണ്ടുതന്നെ അവരുടെ പിന്തുണയിലുണ്ടാകുന്ന ചെറിയൊരു ഇടിവ് പോലും അവഗണിക്കാനാവാത്ത ഒരു വലിയ രാഷ്ട്രീയ സന്ദേശമാണ്. അപ്പൊ സംഖ്യകൾ നമ്മളോട് ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ എന്താണ് ആ പ്രശ്നം? എന്തുകൊണ്ടാണ് ഈ അതൃപ്തി? ഈ ഭരണവിരുദ്ധ വികാരത്തിന്റെ ഉറവിടം എവിടെയാണ്? ഇതിനുത്തരം കണ്ടെത്താൻ നമുക്കൊന്ന് ആഴത്തിൽ പരിശോധിക്കാം. നോക്കൂ, ഇത് വളരെ രസകരമായൊരു അവസ്ഥയാണ്. ഒരു വശത്ത് പതിറ്റാണ്ടുകളുടെ അനുഭവസമ്പത്തുള്ള, ജനങ്ങൾക്ക് വ്യക്തിപരമായി വിശ്വാസമുള്ള ഒരു നേതാവ്. അതൊരു വലിയ മുതൽക്കൂട്ട് തന്നെ. പക്ഷെ മറുവശത്തോ, ഇത്രയും കാലം ഭരിച്ചതിലുള്ള ഒരു മടുപ്പ്, പ്രായത്തിന്റേതായ ചില ആശങ്കകൾ, ഭരണത്തിലെ ചെറിയ വീഴ്ചകളെപ്പോലും വലുതാക്കി കാണിച്ച് ഈ വിടവിലേക്ക് കടന്നു കയറാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. അപ്പോ എന്താണ് സാധാരണക്കാരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ? അത് വലിയ രാഷ്ട്രീയ സിദ്ധാന്തങ്ങളൊന്നുമല്ല. അത് അടുക്കളയിലെ കാര്യമാണ്. വിലക്കയറ്റം, ഗൾഫീന്ന് തിരിച്ചുവന്ന മകന്റെ ജോലിയുടെ കാര്യമാണ്, രാത്രിയിൽ കൃഷി നശിപ്പിക്കാൻ വരുന്ന കാട്ടുപന്നിയുടെ കാര്യമാണ്, പിന്നെ എന്നും കാണുന്ന പൊട്ടിപ്പൊഴിഞ്ഞ റോഡുകളും സമയത്തിന് കിട്ടാത്ത വെള്ളവും സർക്കാർ ആശുപത്രിയിലെ സൗകര്യക്കുറവും. ഇവിടെയാണ് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം. അന്തസ്സോടെ ജീവിക്കുക എന്നത് നമ്മുടെ ഭരണഘടന നൽകുന്ന ഒരു ഉറപ്പാണ്. നല്ല റോഡും വെള്ളവും ആരോഗ്യവും ആവശ്യപ്പെടുന്നത് ആ അവകാശത്തിന്റെ ഭാഗമാണ്. ജനങ്ങളുടെ ദേഷ്യം മുഴുവൻ ഒരു വാചകത്തിൽ ഒതുക്കാൻ പറഞ്ഞാൽ ഒരുപക്ഷെ അത് ഇതായിരിക്കും:
MRI മെഷീനുണ്ട്, പക്ഷെ അത് ഓൺ ചെയ്യാൻ ആളില്ല. ഇത് മതി എല്ലാം മനസ്സിലാക്കാൻ. വികസനം എന്ന് പറഞ്ഞാൽ കെട്ടിടം പണിയൽ മാത്രമല്ല, അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന സേവനം നൽകലാണ്. ആ സംവിധാനം പരാജയപ്പെടുമ്പോഴാണ് ജനങ്ങൾ ഭരണത്തിൽ നിന്ന് അകലുന്നത്. ശരി, പ്രശ്നം നമ്മൾ കണ്ടുപിടിച്ചു, അതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കി. ഇനി പരിഹാരം. പരാതികളിൽ നിന്ന് ഒരു കർമ്മ പദ്ധതിയിലേക്ക് എങ്ങനെ കടക്കാം? അതാണ് അടുത്ത ഘട്ടം, ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം. ഇവിടെയാണ് ആശയവിനിമയത്തിന്റെ ശക്തി വരുന്നത്. ഒരു സന്ദേശം ഇങ്ങനെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാം. അതിനൊരു തന്ത്രം വേണം. ഈ റിപ്പോർട്ടിൽ അതിനെ ചതുർമുഖ സിദ്ധാന്തം എന്നാണ് വിളിക്കുന്നത്. അതായത് 4 മുഖങ്ങളുള്ള ഒരു സന്ദേശം. ഒന്നാമത്തേത് ആക്രമണം, പ്രതിപക്ഷത്തിന്റെ വീഴ്ചകളെ തുറന്നുകാട്ടുക. രണ്ടാമത്തേത് സ്ഥിരത, ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന ഉറപ്പ് നൽകുക. മൂന്നാമത്തേത് പുതുമ, ഭാവിയെക്കുറിച്ച് പ്രതീക്ഷ നൽകുന്ന പുതിയ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുക. നാലാമത്തേത് സംരക്ഷണം, സാധാരണക്കാരന് ഒരു പരിചയായി ഞങ്ങൾ ഉണ്ടാകുമെന്ന വാഗ്ദാനം. ഈ 4 കാര്യങ്ങളും കൃത്യമായ അളവിൽ ചേരുമ്പോഴാണ് ഒരു സന്ദേശം പൂർണ്ണമാകുന്നത്. ഇനി നോക്കൂ, ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന്. ജനങ്ങൾ പറഞ്ഞ പരാതികൾ ഓർമ്മയില്ലേ? ആശുപത്രി, റോഡ്, വെള്ളം. അതിന് നേരിട്ടുള്ള മറുപടിയാണ് ഈ 3 പദ്ധതികൾ. ആശുപത്രി വികസിപ്പിക്കും, റോഡ് പണി പൂർത്തിയാക്കും, 2 വർഷം കൊണ്ട് എല്ലാവർക്കും വെള്ളമെത്തിക്കും. ഇതാണ് ഡേറ്റയെ പ്രവർത്തനമാക്കി മാറ്റുന്നത്. ഇവിടെയാണ് വ്യക്തിഗത വിവരങ്ങളുടെ ശരിയായ ഉപയോഗം വരുന്നത്. ഇന്ത്യയുടെ പുതിയ ഡാറ്റാ സംരക്ഷണ നിയമം പറയുന്നതും ഇതുതന്നെ. ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അവരുടെ സമ്മതത്തോടെ അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക. അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. ഓക്കേ, പ്ലാൻ തയ്യാറായി. പക്ഷേ ഇത് ജനങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കും? എങ്ങനെ ഇത് വോട്ടായി മാറും? അതാണ് അവസാനത്തേതും ഏറ്റവും നിർണായകവുമായ ഘട്ടം. ഇവിടെയാണ് പഴയ രീതികൾ മാറുന്നത്. എല്ലാവർക്കുമായി ഒരൊറ്റ പോസ്റ്ററോ പ്രസംഗമോ അല്ല. പകരം ഓരോ വിഭാഗത്തോടും അവർക്ക് വേണ്ട കാര്യങ്ങൾ സംസാരിക്കുക. യുവാക്കളോട് ജോലിയെക്കുറിച്ച്, സ്ത്രീകളോട് സ്വയം സഹായ സംഘങ്ങളെക്കുറിച്ച്, കർഷകരോട് അവരുടെ വിളകളെക്കുറിച്ച്. ഇങ്ങനെ ഓരോരുത്തർക്കും തങ്ങൾ പ്രധാനപ്പെട്ടവരാണെന്ന് തോന്നിപ്പിക്കുമ്പോഴാണ് യഥാർത്ഥ ബന്ധമുണ്ടാകുന്നത്. അപ്പോ നമ്മൾ കണ്ട ഈ വിശകലനം കേവലം ഒരു തിരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള തന്ത്രം മാത്രമല്ല, അത് ജനങ്ങളെ കേട്ടുകൊണ്ട് എങ്ങനെ ഭരിക്കാം എന്നതിന്റെ ഒരു വഴികാട്ടിയാണ്. അപ്പൊ അവസാനത്തെ ചോദ്യം ഇതാണ്: ജനങ്ങളുടെ വിവരങ്ങളെ അടിസ്ഥാനമാക്കി അവരെ കേന്ദ്രീകരിച്ച് ഭരിക്കാൻ തുടങ്ങിയാൽ രാഷ്ട്രീയക്കാരും ജനങ്ങളും തമ്മിലുള്ള ഈ അകലം ഇല്ലാതാക്കാൻ നമുക്ക് കഴിയുമോ? നിങ്ങൾ കണ്ടത് വെറും ഒരു പ്രചാരണമല്ല, ഭരിക്കാനുള്ള ഒരു യഥാർത്ഥ രൂപരേഖയാണ്. നിങ്ങൾക്കും ജനങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നേതാവാകാനും നിങ്ങളുടെ മണ്ഡലത്തെ ഉയരങ്ങളിലെത്തിക്കാനും ആഗ്രഹമുണ്ടെങ്കിൽ blueprintstrategist.ai യുമായി ബന്ധപ്പെടുക. ഇമെയിൽ mgr@blueprintstrategist.ai അല്ലെങ്കിൽ 080420416002 എന്ന നമ്പറിൽ വിളിക്കുക. ലക്ഷ്യം രാഷ്ട്രീയത്തിന് അപ്പുറം.